അപ്പോൾ ഒരാളെക്കുറിച്ച് സച്ചിദാനന്ദ സ്വരൂപി അല്ലാതെ ആരൊക്കെ ഇവിടെ വ്യവഹരിക്കുന്നുവോ അവരൊക്കെ സങ്കല്പസ്വാധീനത്താൽ അദ്വൈതത്തിൽ നിന്ന് മൊഴി ചൊല്ലപ്പെട്ടവരാണ്. മനസ്സിലാവുന്നില്ലേ? ശരിക്ക് അഹം സച്ചിദാനന്ദോഹം സച്ചിദാനന്ദോസ്മി എന്നതാണ് സങ്കല്പശൂന്യമായ ബോധ്യം. സച്ചിദാനന്ദോസ്മി ഇതാണ് സങ്കല്പശൂന്യമായ ബോധ്യം. അതിൽ നിന്ന് വ്യതിരിക്തമായ 100,000 വ്യക്തിത്വ ബോധ്യങ്ങളുമായി ചരിക്കുന്നവരൊക്കെ വൈകുണ്ഠത്തിൽ നിന്നും പതിച്ചുപോയ ജയവിജയന്മാരാണ്. ഇപ്പോൾ ജയനല്ലേ വിജയനല്ലേ എന്നൊന്നും പറഞ്ഞാൽ തെറ്റില്ല എന്ന് പറയുക. പൗരാണികമായ അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. വൈകുണ്ഠത്തിലേക്ക് കടന്നു വന്ന സനകാദികളോട് ആരാ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചതോടെ പതിച്ചുപോയി എന്ന് പറയും. ഇപ്പോൾ ബേസിക്കലി ജയവിജയന്മാരാണ്. ഇപ്പം കാണിക്കുന്നതൊക്കെ മഹാ ആസുരികതയും രാക്ഷസീയതയും ഒക്കെ ആയിരിക്കാം. അവിടുന്ന് വന്നവരാണ്. വൈകുണ്ഠവാസികളെ സംസാര സങ്കീർണതകളിലേക്ക് വലിച്ചു താഴ്ത്തിയത് ഈ വക സങ്കല്പങ്ങളാണ് എന്ന് സാരം. ഇപ്പോൾ സന്യാസിയാവാൻ ആഗ്രഹിക്കുമ്പോൾ, യോഗിയാവാൻ ആഗ്രഹിക്കുമ്പോൾ ഊന്നലെവിടെയായിരിക്കണം? സങ്കല്പങ്ങളെ തിരിച്ചറിഞ്ഞ് ത്യജിക്കുന്ന കാര്യത്തിലായിരിക്കണം. അല്ലാതെ ചെയ്യലുമായി ബന്ധപ്പെട്ട് ഈവൻ ഭോഗവുമായി ബന്ധപ്പെട്ടൊന്നും കൂടിക്കുഴച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. സർവസങ്കല്പ സന്യാസി. ഇവിടെ എന്തുകൊണ്ട് സങ്കല്പങ്ങളെ ഒഴിവാക്കണം എന്നതിന് ഉത്തരം കിട്ടി. കാരണം എല്ലാ സങ്കല്പങ്ങളും അദ്വൈത അനുഭൂതിയിൽ തരം തിരിവുകൾ സൃഷ്ടിക്കുന്നതാണ്, അതിരുകൾ കൽപ്പിക്കുന്നതാണ്, പരിമിതികൾ സമ്മാനിക്കുന്നതാണ്. ഓക്കെ, അതിക്രമിക്കാനുള്ള പ്രാഥമിക പടി എന്താ? വിവേകപൂർവം വർത്തിക്കുക. എന്താ വിവേകം വേണ്ടത്? ആദ്യ വിവേകം വേണ്ടത് കർമ്മഫലത്തെ സംബന്ധിക്കുന്ന ആസക്തിയും ആശ്രയത്വവും ഒഴിവാക്കാനുള്ള വിവേകം. അതെന്നെ എങ്ങനെ പ്രയുക്തമാക്കും, പ്രാക്ടിക്കലാക്കും എന്ന് ചോദിച്ചാൽ, പ്രവചനാതീതത്വമുണ്ട് എന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു ആക്ഷേപമാണ്. കർമ്മഫലങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പിക്കാം. എന്താ കർമ്മഫലങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഉറപ്പിക്കാവുന്ന കാര്യം? പ്രവചനാതീതത്വം. യു cannot predict about it. Hence it is better not to depend upon it. പ്രവചനാതീതത്വം മനസ്സിലായില്ലേ? യു cannot predict, hence it is not dependable. ക്ലിയർ? ഇത് ആദ്യ പടി എന്നുള്ള നിലയിൽ മന്ത്രിക്കാം. നല്ല രസമുണ്ടാവും. ഏത് കാര്യത്തിന് ഇറങ്ങിപ്പോകുന്ന സമയത്തും നന്നായിട്ട് ഉത്സാഹിക്കുകയൊക്കെ ചെയ്യാം, ഉദ്യമിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ കിട്ടിക്കഴിഞ്ഞാലും അതിന് ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, അതിനെനിക്ക് എന്ത് തരാൻ പറ്റും? മാത്രമല്ല കിട്ടുന്ന ഉറപ്പില്ല. പ്രവചനാതീതത്വം.
മറ്റൊരു വിചാരം ചെയ്യേണ്ടത് എന്താണ്? സുഖ സന്തായക ശേഷിയിൽ ഒരു മീമാംസ. ഓരോന്നും സുഖം തരാൻ എത്രത്തോളം സാമർഥ്യമുള്ളതാവുന്നു, തന്നു എന്ന് വിചാരിക്കുന്നിടത്തൊക്കെ വാസ്തവത്തിൽ കിട്ടിയിട്ടുണ്ടോ? കേട്ടില്ലേ? തിരുമേനി അയൽക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം തിരുമേനിക്ക് മത്സ്യം കഴിക്കുക എന്നുള്ളത് വർജ്യമാണല്ലോ, പക്ഷേ കണക്കായിട്ട് ആ സമയത്ത് അയൽപക്കത്ത് മത്സ്യം പൊരിക്കുമ്പോൾ അതിൻ്റെ മണം ഇങ്ങനെ നല്ല സുഖമായി തോന്നിയെന്നാ തിരുമേനിക്ക്. അപ്പം അത് വിളിച്ച് പറയുകയും ചെയ്തു, നന്നായിട്ടുണ്ട് കേട്ടോ, ഈ സമയം നോക്കി വറക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു മണമൊക്കെ വരുമ്പോൾ എനിക്ക് ഊണ് നല്ല സുഖമുണ്ട്. ഒരു മാസം കഴിഞ്ഞപ്പോൾ അയൽക്കാരൻ വന്നിട്ട് പറഞ്ഞു, തിരുമേനി അതിൻ്റെ കാശ് എന്താച്ചാൽ ഒരു മാസം ഇപ്പം ഞാൻ എന്നും അത് ഓർമ്മിക്കാറുണ്ട്, തിരുമേനിക്ക് ഉപകാരമാവട്ടെ വെച്ചിട്ടേ. നന്നായി, അപ്പം എന്താവും കാശ്? ഇപ്പം ഇത്ര രൂപ വരും. മത്സ്യം വാങ്ങിച്ചതിൻ്റെ ഒരു പങ്ക് തിരുമേനി തീർച്ചയായിട്ടും അത് അനുവദിക്കാം. അന്നൊക്കെ ഇങ്ങനെ കാശ് എണ്ണ നാണയം നിലത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ടാത്രേ. തിരുമേനി അകത്തേക്ക് പോയി, എന്നിട്ട് എണ്ണൽ തുടങ്ങി. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടു, കൃത്യമായിട്ട് തന്നെ എണ്ണിയിരിക്കുന്നു. ഇത്ര കാശ് അത്രയും അവിടെ എണ്ണ നടന്നുണ്ട്. പുറത്തു വന്നു, കിട്ടി, ബോധിച്ചു. ഇല്ല തന്നില്ലല്ലോ, ഞാൻ മണല്ലേ നോക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ ശബ്ദം കൊണ്ട് താനും തൃപ്തനാവുക. ഫലത്തിൽ ഇതിൽ കവിഞ്ഞ എന്താ ഉണ്ടാവണത് ശരിക്കും? മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ആ വഷള് കഴിച്ചു വെച്ചാലും എല്ലാം തോന്നലുകൾ കൊണ്ട് നമ്മൾ അലങ്കരിക്കുന്നവയാണ്. മനസ്സിലായില്ലേ? തോന്നലുകൾ കൊണ്ട് അലങ്കരിക്കുന്നേ ഉള്ളൂ, അല്ലാതെ വാസ്തവത്തിലൊരു സുഖദായക ശേഷിയൊന്നും ഇല്ല. ഈ ഒരു ഓർമ്മയോടുകൂടി വിഷയലോകത്തിൽ വിഹരിക്കൂ. അപ്പോൾ ഒന്നാമത് എൻ്റർടൈൻ ചെയ്യേണ്ട ഓർമ്മ എന്താണ്? പ്രവചനാതീതത്വം, അൺപ്രഡിക്റ്റബിൾ ആണ് എന്നാലോചിക്കുക. രണ്ടാമത് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് എന്ത് ചിന്തിച്ചോളണം? സുഖദായക സാമർഥ്യത്തിൻ്റെ തോത്. എന്താ തോത്? എനിക്ക് എത്രത്തോളം ഫാൻറ്റസി കൽപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം സുഖകരമായിട്ട് അനുഭവപ്പെടും, അത്ര തന്നെ ഉള്ളൂ. വേണ്ടത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടില്ലെങ്കിലോ അനുഭവിച്ചാലും പ്രത്യേകിച്ച് ഒരു സുഖം തോന്നില്ല. മനസ്സിലായില്ലേ? നമ്മൾ വേറൊരു വ്യാകുലതയിൽ പെട്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ ബന്ധുക്കളായാൽ പോലും അതിർത്തിയിൽ കുറച്ചൊരു അസ്വാരസ്യമുണ്ട്, അലോസരമുണ്ട് എന്ന് അറിഞ്ഞ ശേഷം എത്ര കേമായിട്ടുള്ള വിഭവങ്ങൾ വിളമ്പി വെച്ച് കഴിക്കുമ്പോഴും അത് സുഖദായകമാവുമോ? ഇല്ല. കാരണം എന്താണ്? തോന്നൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. തോന്നലുകളെ, സങ്കല്പങ്ങളെ നിക്ഷേപിക്കാത്തത് കൊണ്ട് അതൊന്നും തിരിച്ചു തരികയില്ല. മനസ്സിലാവണില്ലേ? അപ്പം ഇത് രണ്ടാമത്തെ ചിന്ത. മൂന്നാമത് കുറച്ചുകൂടി ഹയർ ലെവലിൽ എന്താ എനിക്ക് വേണ്ടത് എന്നാലോചിക്കണം. 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കണു, കൃപണാഫലഹേതവ, ഫലവിഷയകമായ സങ്കല്പം പുലർത്തി അത് സ്വന്തമാക്കാൻ വേണ്ടി തത്രപ്പെട്ട് ഓടിപ്പോകുന്ന ആളെക്കുറിച്ച് ഭഗവാൻ ഒരഭിപ്രായവും ഇല്ല. ഭഗവാൻ പറയണു കൃപണ, അവർ അങ്ങേയറ്റം
ദീനാനുകമ്പ അർഹിക്കുന്നു. വളരെ ശോചനീയമായ ഒരു നിലയിലാണ് അവർ. കൃപണാഹ, വളരെ ശോചനീയ നിലയിലാണ്. കാരണം എന്താ? അവർ യാചകരായിരിക്കുന്നു. ശരിയായ സുഖപ്രാപ്തി, ആനന്ദപ്രാപ്തി ലക്ഷ്യമാക്കുന്നവരാരും യാചകരായിക്കൂടാ. യുക്തകർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം. യുക്തൻ കർമ്മഫലത്തെ ത്യജിച്ചിട്ട്, ഹീസ് ഈസ് നത്തിങ്, കർമ്മഫലങ്ങളിൽ അയാൾ ഒന്നും കാണുന്നില്ല, അതുകൊണ്ടോ അത് ഉപേക്ഷിച്ചിട്ടോ ശാന്തിമാപ്നോതി നൈഷ്ഠികീം. യാചകാവസ്ഥയെ ജയിച്ച ആള് ആത്മാരാമനായി ശാന്തിയെ നുകരുന്നു. യുക്തൻ. അയുക്തനാണ് ഓരോന്നിൻ്റെ പിറകിലും പോണത്. ഇപ്പൊ കുറച്ചുകൂടി സൂക്ഷ്മമായി നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഈ പിച്ചച്ചട്ടി എനിക്ക് ഭൂഷണമോ? ഓരോന്നിൻ്റെ പിറകിലും ചെന്ന് ഇത്തിരി സ്വൈരം തരൂ, ശാന്തി തരൂ, സന്തോഷം തരൂ എന്ന് യാചിക്കുന്നത് എൻ്റെ ആത്മമഹത്വത്തെ എത്ര മേൽ അപമാനിക്കലാകുന്നു. ഞാൻ എത്ര അസ്വതന്ത്രനായി പോകും, ഞാൻ എത്ര മേൽ എൻ്റെ സങ്കല്പങ്ങളുടെ അടിമയായി മാറും എന്നിങ്ങനെയൊക്കെയുള്ള ഒരു വിചാരം. ഈ വിചാരം മനസ്സിലാവുന്നുണ്ടോ? ആത്മഗൗരവത്തെ അപമാനിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, വിഷയസുഖ സങ്കല്പം പ്രതീക്ഷിച്ച് യാചകന്മാരായി അലയാനോ ഈ ഒരു സവിശേഷ മനുഷ്യ ജന്മം നമുക്ക് അനുഗ്രഹമായി കിട്ടിയത്? ചോദ്യം മനസ്സിലായില്ലേ? ഈ ഒരു സവിശേഷ മനുഷ്യ ജന്മം അനുഗ്രഹമായി കിട്ടിയത് യാചകനായി അലയാനല്ല എന്ന് ആവർത്തിച്ചോർമ്മിക്കാൻ സാധിക്കട്ടെ. സങ്കല്പത്യാഗം. ഇങ്ങനെ ത്യജിക്കുന്നതിനെ സംബന്ധിച്ച് വീണ്ടും ഭഗവാൻ പറയുന്നു, ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യത്തെ.